Question number 62. Sri K.V. Sumesh. ബഹുമാനപ്പെട്ട മന്ത്രി. ഗോത്രബന്ധു പദ്ധതി ഈ സർക്കാർ നിർത്തലാക്കിയിട്ടില്ല. നിലവിലാകെ 326 മെന്റർ ടീച്ചർമാരെയാണ് ഗോത്രബന്ധു പദ്ധതി പ്രകാരം നിയമിച്ചു വരുന്നത്. ഓരോ അധ്യയന വർഷത്തേക്ക് നൽകുന്ന താൽക്കാലിക നിയമനങ്ങളാണിവ. ഇതനുസരിച്ച് ഓരോ അധ്യയന വർഷാവസാനം മെന്റർ ടീച്ചർമാരുടെ കാലാവധി അവസാനിക്കുന്നതാണ്. സർ, പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ പഠനമുറി, വിദ്യാവാഹിനി, രക്ഷിതാക്കൾക്കുള്ള പ്രോത്സാഹന ധനസഹായം, സ്കോളർഷിപ്പുകൾ, ഗ്രാൻറ്റുകൾ, 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക കേന്ദ്ര സഹായ സ്കോളർഷിപ്പ്, സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മെറിറ്റ് അവാർഡ് എന്നിവ നടപ്പിലാക്കി വരുന്നത് വഴി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സർ, എന്നാൽ ഗോത്രബന്ധു പദ്ധതിയുടെ മാത്രമായി അവലോകനം നടത്തിയിട്ടില്ല. പദ്ധതിയുടെ അവലോകനം നടത്താവുന്നതാണ്. വളരെ ഡീറ്റെയിൽഡ് ആണെന്ന് ഒരു മേശപ്പുറത്ത് വെക്കാം. കഴിഞ്ഞു സർ. എ പിരിവിനുള്ള മറുപടിയുടെ അടിസ്ഥാനത്തിൽ അവസാനത്തെ ചോദ്യം ബാധകമല്ല എന്നുകൂടി അറിയിക്കുന്നു. ശ്രീ കെ വി സുമേഷ്. സാറേ, ഈ ഗോത്രബന്ധു പദ്ധതി മിനിസ്റ്റർ പറഞ്ഞ പോലെ ആ മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം നമുക്ക് ഈ മേഖലയിൽ ലഭ്യമായി കൊണ്ടിരുന്നതാണ്. അവർ ഇപ്പോൾ അത് തരുന്നുണ്ടോ, എന്താണ് സ്ഥിതി എന്ന് പറയാം. ബഹുമാനപ്പെട്ട മന്ത്രി. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ചോദ്യം പരിശോധിച്ച് മറുപടി പറയുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാറേ, ഈ ആധുനിക ഡിജിറ്റൽ കാലത്ത് ഈ പട്ടികവർഗ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യം വകുപ്പ് ആലോചിച്ചിട്ടുണ്ടോ, നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ബഹുമാനപ്പെട്ട മന്ത്രി. തീർച്ചയായും. കാരണം സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന താഴെത്തട്ടിലുള്ള കുട്ടികൾക്ക് കാലാനുസൃതമായി കോഴ്സുകൾ പരിഷ്കരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ട നിർദ്ദേശങ്ങളും ആലോചനകളും വകുപ്പിൽ നടന്നു വരുന്നുണ്ട്. സർക്കാർ അത് ആലോചിക്കുന്നുണ്ട്. ശ്രീ കെ സനോജ്. സാർ, ഈ ഗോത്രബന്ധു അധ്യാപകർക്ക് കൃത്യമായ സേവന വേതന വ്യവസ്ഥകൾ ഉറപ്പാക്കാനോ അവരെ സ്ഥിരപ്പെടുത്താനുള്ള ആലോചന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ഗോത്രബന്ധു പദ്ധതി പ്രകാരമുള്ള മെന്റർ ടീച്ചർമാരെ തിരഞ്ഞെടുക്കുന്നത് സർക്കാർ ഉത്തരവ് പ്രകാരം താൽക്കാലികമായിട്ടാണ്. ഒരു അധ്യയന വർഷത്തിലെ 10 മാസത്തേക്ക് മാത്രമാണ് അവരുടെ സേവനം സർക്കാർ ഉറപ്പുവരുത്തുന്നത്. ശ്രീ എ പ്രഭാകരൻ. സർ, ഈ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിൽ നിന്നും ധാരാളം കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അവരുടെ പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ ട്യൂട്ടർമാരെ നിയമിച്ചാൽ കുറച്ച് കൊഴിഞ്ഞുപോക്ക് തടയാൻ കഴിയും. അതോടൊപ്പം അവർക്ക് PSC പരിശീലനം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, നമ്മുടെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന് വേണ്ടി വകുപ്പ് സാമൂഹ്യ പഠനമുറി, വിദ്യാവാഹിനി, അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കുള്ള പ്രോത്സാഹന ധനസഹായം, സ്കോളർഷിപ്പുകൾ, ഗ്രാൻറ്റുകൾ, പ്രത്യേക സ്കോളർഷിപ്പുകൾ, അതുപോലെ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പ്രോത്സാഹനം എന്നിവ നിലവിൽ നടത്തി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യം പരിശോധിക്കാവുന്നതാണ്. ശ്രീ സി രവീന്ദ്രനാഥ്. സർ, പട്ടികവർഗ വിഭാഗത്തിലുള്ളവർ സാംസ്കാരികമായി പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുകയാണ്. അതിന് ഒരു പ്രതിരോധം അവരിൽ നിന്ന് തന്നെ വികസിപ്പിച്ച് എടുക്കണം. ആ സാംസ്കാരിക പ്രതിരോധം വികസിപ്പിച്ചെടുക്കാൻ അവരിൽ തന്നെയുള്ള സർഗധനരായ വിദ്യാർത്ഥികളുടെ സർഗശേഷി വളരെ സമഗ്രവും ഉദ്ഗ്രഥിതവുമായിട്ട് വളർത്തിയെടുക്കണം. അതുകൊണ്ട് തന്നെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഈ പട്ടികവർഗ വിഭാഗത്തിലെ സർഗശേഷി ഉണർത്തുന്നതിന് വേണ്ടി സാംസ്കാരികമായിട്ടുള്ള ഒരു സമഗ്ര പദ്ധതി അങ്ങ് തയ്യാറാക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, കഴിഞ്ഞ കാലയളവിൽ നിന്ന് വ്യത്യസ്തമായി അത്തരത്തിലുള്ള പദ്ധതികൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതാണ്. ശ്രീ ഐ സി ബാലകൃഷ്ണൻ. സർ, ഈ ഗോത്രബന്ധു പദ്ധതി മെൻ്റർ ടീച്ചർമാരുടെ സേവനം പട്ടികവർഗ മേഖല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ്. അവരെ നിയമനം ഏതാണ്ട് താമസിച്ചിരിക്കുകയാണ്. പല കുട്ടികളൊന്നും വീടുകളിലിരിക്കുക. അവരെ കൊഴിഞ്ഞുപോക്ക് തടയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ. കൂടാതെ ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഒരു ക്ലാസ്സിൽ 30, 36, 40 വിദ്യാർത്ഥികളാണ് ഒരു അധ്യാപകൻ പഠിപ്പിക്കുക. HSS ആണെങ്കിൽ അത് 66, 65 പോകും സാർ. സാർ, ഇതിൻ്റെ അകത്ത് ഓരോ സ്കൂൾ ബേസിലാണ് മെൻ്റർ ടീച്ചർമാരെ നിയമിക്കുന്നത്. ഒരു സ്കൂളിൽ ശരാശരി 60, 70, 80 പട്ടികവർഗത്തിൽപ്പെട്ട വിവിധ സമുദായത്തിൽപ്പെട്ട കുട്ടികളുണ്ട്. സാർ, ഒരു അധ്യാപന അത് അവരെ കൃത്യമായി കൂട്ടി യോജിപ്പിച്ച് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മെൻ്റർ ടീച്ചർമാരുടെ എണ്ണം ക്വാളിഫിക്കേഷൻ അനുസരിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക സംവിധാനം ഗവൺമെൻറ് ആലോചിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി.
സർ, ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ 6ാമത്തെ പ്രവൃത്തി ദിനത്തിന് ശേഷമാണ് നമുക്ക് കൃത്യമായി ഓരോ സ്കൂളുകളിൽ നിന്നും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിവരം ലഭ്യമാക്കി ശേഖരിച്ചെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിനുശേഷമാണ് മറ്റ് കാര്യങ്ങൾ. കഴിഞ്ഞ വർഷങ്ങളിൽ താൽക്കാലിക നിയമനമായിരുന്നിട്ട് കൂടി ഓരോ വർഷവും വിജ്ഞാപനം ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കുന്നതിന് പകരം ഓരോ വർഷവും അത് റിന്യൂവൽ ചെയ്ത് നടത്തുകയാണ് ഉണ്ടായത്. അത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തീർച്ചയായിട്ടും ക്രമവിരുദ്ധമായി നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നിയമവിധേയമായിട്ട് നമുക്ക് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 6ാം പ്രവൃത്തി ദിനത്തിന് ശേഷം സ്കൂളിൽ നിന്ന് കൃത്യമായിട്ട് വിവരശേഖരണം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് വിജ്ഞാപനം നടത്തുകയും ജില്ലാ അടിസ്ഥാനത്തിലും വിജ്ഞാപനം നടത്തി കൃത്യമായിട്ട് ഈ ജൂലൈ 5-ന് എഴുത്തു പരീക്ഷയും മറ്റ് ഇൻ്റർവ്യൂവും മറ്റും വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും സ്കൂളുകളിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അധ്യയന ദിവസങ്ങളിൽ തന്നെ മെൻ്റർ ടീച്ചർമാരുടെ സേവനം ഉറപ്പുവരുത്തും. ശ്രീ മുഹമ്മദ് റിയാസ്. സർ, വയനാട് ജില്ലയിലെ ആദിവാസി മേഖലകളിലെ മെൻ്റർ ടീച്ചർമാർ 241 പേർ നിരാഹാര സമരത്തിലാണ് സർ. മന്ത്രി അറിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവരെയൊക്കെ പിരിച്ചുവിട്ടിരിക്കുകയാണ് സർ. 2017 മുതൽ സേവനമനുഷ്ഠിച്ചു വരുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മെൻ്റർ ടീച്ചർമാരുടെ ആദിവാസി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിൽ നിർണായക പങ്കുവഹിച്ചവരാണ് സാർ. ഇന്ത്യയിൽ ആദിവാസി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കൊഴിഞ്ഞുപോക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം അഭിമാനത്തോടെ പറയാൻ പറ്റും കേരളമാണ് എന്നുള്ളതാണ് സാർ. എന്നാൽ 9 വർഷത്തോളം ജോലി ചെയ്ത 241 മെൻ്റർ ടീച്ചർമാരെ ഒഴിവാക്കുന്ന വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണം. ഇതിൽ പുതിയ നിയമനങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള 45 വയസ്സെന്ന പ്രായപരിധിയും പുതുക്കിയ വിദ്യാഭ്യാസ യോഗ്യതാ മാനദണ്ഡങ്ങളും കാരണം നിലവിൽ ജോലി ചെയ്തു വരുന്ന നിരവധി മെൻ്റർ ടീച്ചർമാർക്ക് അപേക്ഷിക്കാനാകാത്ത സാഹചര്യമുണ്ട് സാർ. അതോടൊപ്പം തന്നെ പുതിയ മാനദണ്ഡം തച്ചനാടൻ മൂപ്പൻ, കരിമ്പാലൻ എന്നിവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിൽ പ്രയാസം വരുന്നു. ഇതിൽ ആളുകളുടെ എണ്ണം കൂട്ടുന്നതിൽ പ്രശ്നമില്ല സാർ. ഇതിൽ അടിയന്തരമായി ഇടപെടണം. സമരസമിതിയുമായി മന്ത്രി, സർക്കാർ ചർച്ച ചെയ്യണം, വിഷയം പരിഹരിക്കണം. ഈ മെൻ്റർ ടീച്ചർമാരെ നിലനിർത്തണം സാർ. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, 2017-18 അധ്യയന വർഷത്തിലാണ് ഈ ഒരു മെൻ്റർ ടീച്ചർ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത്. അന്നിറക്കിയ ഗവൺമെൻറ് ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ മെൻ്റർ ടീച്ചർമാരുടെ സേവനം ഉറപ്പുവരുത്തി മാർച്ച് 31-ന് അവരുടെ സേവനം അവസാനിക്കുമെന്ന് ആ ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കെ അവരെ പിരിച്ചുവിട്ടു എന്ന് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് ഞാൻ അറിയിക്കുകയാണ്. എന്ന് മാത്രമല്ല, സമരസമിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാൻ, കാരണം നമ്മുടെ നാട്ടിൽ നിയമനങ്ങൾക്ക് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു നയമുണ്ട്. PSCയുടെ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് നമ്മൾ വിജ്ഞാപനം നടത്തിയിട്ടുള്ളത് എന്നുകൂടി ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കുന്നു. ശ്രീ ബി മുരളീധരൻ. ഞാൻ ഈ വിഷയം പൊതുവായിട്ടുള്ള, അതായത് ഗോത്രബന്ധു എന്ന് പറയുന്ന പ്രത്യേക പദ്ധതിയല്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെയും അതുപോലെ അവരുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ ബജറ്റിൽ അനുവദിച്ച തുക വെട്ടിക്കുറച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ പദ്ധതികൾക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിലൂടെ ഭരണഘടനാപരമായിട്ടുള്ള പരിരക്ഷയാണ് പട്ടികജാതി വിഭാഗങ്ങൾക്കും പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ബജറ്ററി അലോക്കേഷൻ വരുന്നത്. ക്വസ്റ്റ്യൻ ഷോർട്ടൻ ചെയ്യാം. ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് വെട്ടിക്കുറക്കുന്നത് തടയാനാവശ്യമായിട്ടുള്ള നടപടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ബജറ്റിൽ അനുവദിക്കുന്ന തുക വെട്ടിക്കുറക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം. ആ നിയമനിർമ്മാണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള തുക, ബജറ്റിൽ അനുവദിക്കുന്ന തുക വെട്ടിക്കുറക്കുന്നത് തടയാനാവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം സർക്കാർ പരിഗണിക്കുമോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ഈ സർക്കാരിൻ്റെ നയം തുക വെട്ടിക്കുറയ്ക്കലല്ല. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരിച്ചപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു, അധികമായിട്ട് നമുക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ നയം വളരെ വ്യക്തമായിട്ട് അതിലൂടെ തന്നെ എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം പരിശോധിക്കാവുന്നതാണ്. ശ്രീ എം വിൻസെന്റ്. സർ, സംസ്ഥാനത്തെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമായ സാഹചര്യത്തിലാണ് സാർ. കഴിഞ്ഞ കാലങ്ങളിൽ കൃത്യമായ മെയിൻ്റനൻസ് നടത്താതെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താതെയും ഇന്ന് അഡ്മിഷന് വരുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കൾ ആ സ്കൂളിലെ സാഹചര്യം കണ്ട് തിരിച്ചു വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇത്തരം സ്കൂളുകളുടെയും അതുപോലെ തന്നെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ ഇവയുടെ എല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമോ?
ബഹുമാനപ്പെട്ട മന്ത്രി. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു സ്കൂളിൽ അത്തരത്തിലൊരു വിഷയം പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ നടന്നിരുന്നു. ഞാൻ നേരിട്ടവിടെ പോയിരുന്നു, വിശദമായിട്ട് ആ കാര്യങ്ങൾ വിലയിരുത്തിയതാണ്. മാത്രമല്ല അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കാവുന്നു. ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. സർ, ഈ പട്ടിക ഗോത്രവർഗ വിഭാഗത്തിന് ബേസിക്കലി ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഓൾ പ്രൊമോഷന് കൊണ്ട് 10ാം ക്ലാസ്സിലെത്തുന്നത് വരെ അടിസ്ഥാനപരമായ സ്കില്ല് പോലും ആർജിക്കാതെ 10ാം ക്ലാസ്സിലെത്തുകയാണ്. നമ്മുടെ ഒരു കുടുംബ ചുറ്റുപാടിലെല്ലാം അവർ വരുന്നത് അവരുടെ ഊരിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഓരോ ഊരുകളിലും കൃത്യമായി മലയാളം എഴുതാനും വായിക്കാനും ഒക്കെയുള്ള അടിസ്ഥാന യോഗ്യത ആർജിച്ചെടുക്കാനുള്ള പഠന കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം സർ. ആ പഠന കേന്ദ്രങ്ങൾ അപ്പോൾ അതിന് എന്തെങ്കിലും പദ്ധതി ITDP ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനു വേണ്ടി ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ 10-100 കോളനികളുള്ള സ്ഥലത്ത്, ഊരുകളുള്ള സ്ഥലങ്ങളിൽ 2-3 സ്ഥലങ്ങളിലാണ് ഇത്തരം സാമൂഹ്യ പഠന കേന്ദ്രങ്ങൾ ഉള്ളത്. അത് കൃത്യമായി സാർവത്രികമാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് ആർജിച്ചെടുക്കാൻ കഴിയുക. സർ, മറ്റൊരു കാര്യം കൂടി ഉണ്ട് സർ. 10ാം ക്ലാസ് പാസ്സാവാൻ സ്ക്രൈബ് എഴുതിക്കാണ് സർ പഠന വൈകല്യം എന്ന് പറഞ്ഞ് സ്കൂളിന് 100% റിസൾട്ട് ഉണ്ടാക്കാൻ സ്ക്രൈബ് എഴുതിക്കുക. ആ സ്ക്രൈബും കൂടി എഴുതിച്ച് SSLC പാസ്സായി വന്ന ഈ കുട്ടി ഈ സമൂഹത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക സർ? ആ രൂപത്തിലേക്ക് മാറുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ട്. അതൊന്ന് അടിയന്തരമായി ശ്രദ്ധിക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട മന്ത്രി. പ്രീ സ്കൂളിംഗ് സംവിധാനം സംസ്ഥാനത്ത് വളരെ ഫലപ്രദമായ രീതിയിൽ നടത്തുന്ന കാര്യം വളരെ കാര്യക്ഷമമായി ആലോചിച്ചു വരികയാണ് സർ.